ചൊവ്വാദോഷം കൊണ്ട് നമുക്കിവിടെ കേരളത്തിൽ പെൺകുട്ടികളുടെ കല്യാണം നടക്കണില്ല. അങ്ങനെ കുറേ പെൺകുട്ടികൾ കല്യാണം കഴിക്കാണ്ട് പോയിട്ടുണ്ട്. കുറേ അങ്ങനെ ദോഷങ്ങൾ പറഞ്ഞുള്ള കുറേ ജ്യോതിഷന്മാരൊക്കെ അതിൽ കുറേ സാമ്പത്തികമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ ചൊവ്വ ഗ്രഹത്തെക്കുറിച്ച് കുറേ ഒരു പുതിയ വാർത്തകൾ വരുന്നു. ചൊവ്വാഗ്രഹം ചുമക്കുന്നു എന്നൊക്കെ പറഞ്ഞു. എന്താ സാർ അതിൻ്റെ കാര്യം? ചൊവ്വാഗ്രഹം എങ്ങനെ ചുമന്നിരിക്കുന്നു എന്ന് കണ്ടെത്തിയ റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് കണ്ടെത്തിയത് അഡോമാസ് വാലന്റീനാസ് ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറാണ്. അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിലാണ് അത് US നേച്ചർ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറഞ്ഞ ജേർണലിൽ പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട്. ഈ പരീക്ഷണശാലയിൽ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് ഈ സ്പേസ് ക്രാഫ്റ്റുകളൊക്കെ പോകുമല്ലോ ചൊവ്വയിലേക്ക്. അപ്പോൾ അങ്ങനത്തെ വാഹനങ്ങളിൽ നിന്ന്, അതായത് യൂറോപ്യൻ സ്പേസ് ഏജൻസി, നാസ, ഇത് ഈ അമേരിക്കയുടെയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെയൊക്കെ വാഹനങ്ങൾ ചൊവ്വയിലൊക്കെ പോയിട്ടില്ലേ, ലാൻഡർ എന്നൊക്കെ പറഞ്ഞിട്ട്, അതിൽ നിന്നൊക്കെ കിട്ടുന്ന ഡാറ്റയൊക്കെ വെച്ചിട്ടാണ്, അതുപോലെ ചില പരീക്ഷണങ്ങൾ ലാബിൽ സ്വന്തമായി നടത്തിയിട്ടൊക്കെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇത് ചൊവ്വയിൽ പ്രധാനമായിട്ടും ഈ അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് തുരുമ്പ് പൊടിയാണ്. എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ പൊടി. അത് തന്നെ തുരുമ്പായത് പൊടിയാണത്. ഭയങ്കര കാറ്റാണ് അതിൻ്റെ അകത്ത്. അതുകൊണ്ടാണ് ഈ ഗ്രഹം മുഴുവൻ വ്യാപിക്കുന്നത്, കാറ്റുള്ളത് കൊണ്ട്. അപ്പോൾ കരുതിയതിനേക്കാൾ പ്രാചീനവും പുരാതനവും ഒക്കെയാണ് ഈ തുരുമ്പ് പൊടി ചൊവ്വയിൽ ഈ നിൽക്കുന്നത്. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ധാരാളം അവിടെ ഉണ്ടായിട്ടുണ്ട് വളരെ മുമ്പ്. ആ സ്ഫോടനങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് ഈ ഇരുമ്പ് പൊടിയെന്നോ തുരുമ്പ് പൊടിയെന്നോ എന്ന് പറയാവുന്ന സംഗതി. ആ കാലത്ത് ആ അഗ്നിപർവ്വതങ്ങളുടെ സ്ഫോടനമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ചൊവ്വയിൽ നിറച്ചും വെള്ളമുണ്ടായിരുന്നു. വെള്ളം ഇല്ലായിരുന്നു, വരണ്ട ഒരു മരുപ്രദേശം പോലെ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ചുമന്നിരിക്കുന്നതെന്നൊക്കെയാണ് ഇതുവരെ കരുതിയിരുന്നത്. അങ്ങനെയല്ല, പണ്ട് ധാരാളം അവിടെ വെള്ളമുണ്ടായിരുന്നു. അപ്പോൾ ഈ ചുവപ്പ് കാരണം, നമ്മൾ ഇതിൻ്റെ ചുവപ്പ് നിറം കാരണമാണ് ഇങ്ങനൊരു ഗ്രഹത്തിനെ പണ്ടത്തെ ആളുകൾ തന്നെ താഴെ നിന്ന് ഭൂമിയിൽ നിന്ന് തന്നെ കണ്ടിരുന്നത്. ഈ നിറമുള്ളത് കൊണ്ടാണ്. ചൊവ്വയെ കാണാമല്ലോ നമുക്ക്, വീനസിനെ കാണാം, ശുക്രനെ നന്നായിട്ട് കാണാം. അപ്പോൾ കഴിഞ്ഞ ദശകങ്ങളിൽ ഈ സ്പേസ് ക്രാഫ്റ്റുകൾ ധാരാളം ചൊവ്വയിലേക്ക് പോയതുകൊണ്ട് അതിൽ നിന്നുള്ള ഡാറ്റ വ്യക്തമാക്കുന്നത് ആ പൊടിയിൽ, ചൊവ്വ നിറഞ്ഞിരിക്കുന്ന ധൂളിയിൽ ഈ തുരുമ്പിൻ്റെ, ഇരുമ്പ് റസ്റ്റ് ആവുമല്ലോ, തുരുമ്പ് പിടിക്കുമല്ലോ, അതിൻ്റെ അംശങ്ങൾ ഉള്ളത് കൊണ്ട് ചുവന്ന് കാണപ്പെടുന്നു. ഇത് അയൺ ഓക്സൈഡാണ്. കെമിക്കൽ ആയിട്ട് പറയുമ്പോൾ അയൺ ഓക്സൈഡാണ്. അത് പല രൂപത്തിൽ കാണാം. മുമ്പ് ഇത് ഹെമറ്റൈറ്റ് എന്നാണ് കരുതിയിരുന്നത്. ഈ ഹെമറ്റൈറ്റ് എന്ന് പറഞ്ഞാലും അയൺ ഓക്സൈഡിൻ്റെ ഒരു രൂപമാണ്. പക്ഷേ ഇപ്പോഴാണ് ഇത് ഹെമറ്റൈറ്റ് അല്ല, ഇത് തുരുമ്പ് പൊടി തന്നെയാണ് എന്ന് വ്യക്തമായിരിക്കുന്നത്. അതായത് ഹെമറ്റൈറ്റ് എന്ന് പറയുന്ന ഈ അയൺ ഓക്സൈഡ്, ഇരുമ്പിൻ്റെ തുരുമ്പ്, അത് കാണുന്നത് മരുഭൂമിയിലെ പോലെ വരണ്ട അന്തരീക്ഷത്തിലാണ് കാണുന്നത്. ആ വരണ്ട അന്തരീക്ഷത്തിലെ ഈ തുരുമ്പിനെയാണ് ഹെമറ്റൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് ചൊവ്വയിൽ നിന്നാണ് കരുതിയിരുന്നത്. അതിൽ മാറ്റം വന്നിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ വരണ്ട അന്തരീക്ഷമായിരുന്നില്ലല്ലോ ചൊവ്വയിൽ. ഈർപ്പകാലം ചൊവ്വയിൽ ഉണ്ടായിരുന്നു, ഒരുപാട് വെള്ളം ഉണ്ടായിരുന്ന ഈർപ്പകാലം. അത് കഴിഞ്ഞപ്പോഴാണ് ഈ തുരുമ്പ് അവിടെ ബാധിച്ചിരിക്കുന്നത്. ഒരുപാട് യുഗങ്ങളിൽ തുരുമ്പ് പാറകൾ ചിതറി പൊടിയായി. അത് വേഗമുള്ള കാറ്റുകൾ വഴി ഗ്രഹത്തിൽ നിറഞ്ഞു. ആ കാറ്റും കാര്യങ്ങളൊക്കെ ഇന്നുമുണ്ട് അവിടെ, പൊടിയും ഇന്നും നിൽക്കുന്നു. അപ്പോൾ പുതിയ ശക്തമായ കാറ്റാണ് ചൊവ്വയിലുള്ളത്. അതുകൊണ്ടാണ് ഇതും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് അന്തരീക്ഷത്തേക്ക്. ആ പൊടി ഇങ്ങനെ വ്യാപിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ചുവപ്പായിട്ട് കാണുന്നത്. ഈ തുരുമ്പ് ഇങ്ങനെ വ്യാപിച്ച് നിൽക്കുകയാണ്, തുരുമ്പ് പൊടി, അതുകൊണ്ടാണ് ചുവപ്പായിട്ട് കാണുന്നത്. അപ്പോൾ ഈ പുതിയ പഠനത്തിൽ പറയുന്നത് ഈ പൊടി ബസാൾട്ട് എന്ന് പറഞ്ഞാൽ അഗ്നിപർവ്വതങ്ങളിലെ
പാറയാണ്. ബസാൾട്ട്, പിന്നെ സൾഫൈറ്റ്, പിന്നെ ഫെറി ഹൈഡ്രൈറ്റ്. ഈ ഫെറി എന്ന് പറഞ്ഞ് തുടങ്ങുന്നതാണല്ലോ ഇരുമ്പുമായി ബന്ധപ്പെട്ടത്. അത് കെമിസ്ട്രി പഠിച്ച ആളുകൾക്കൊക്കെ അറിയാമല്ലോ, ഫെറസ്, ഫെറി എന്നൊക്കെ പറയുമ്പോൾ ഫെറി ഹൈഡ്രൈറ്റ്. അത് ഫെറി ഹൈഡ്രൈറ്റ് എന്ന് പറയുന്നതാണ് തുരുമ്പ്. അപ്പോൾ തുരുമ്പ്, ബസാൾട്ട്, അഗ്നിപർവ്വതങ്ങളിൽ നിന്നുള്ള പാറ, സൾഫൈറ്റുകൾ, ഇതൊക്കെ ചേർന്നാണ് ഈ പൊടി. ഫെറി ഹൈഡ്രേറ്റ് ഉണ്ടാകുന്നത് തണുത്ത വെള്ളം ഉണ്ടെങ്കിലേ ഫെറി ഹൈഡ്രേറ്റ് ഉണ്ടാവുള്ളൂ. ഈ വെള്ളവും കൂടി ചേർന്നിട്ടാണ് അത് ഉണ്ടാകുന്നത്. വരണ്ട അന്തരീക്ഷത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ പണ്ട് ചൊവ്വയിൽ തടാകങ്ങൾ, പുഴകൾ, സാഗരങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ തുരുമ്പ് ഉണ്ടായത്. വെള്ളവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഉണ്ടായത്. അപ്പോൾ ചൊവ്വയിൽ ഒരു കാലത്ത് ധാരാളം വെള്ളം മാത്രമല്ല, തടാകങ്ങൾ, പുഴകൾ, സാഗരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ പഠനത്തിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചൊവ്വയിൽ ഈർപ്പത്തിൻ്റെ ഘട്ടത്തിന് മുമ്പ് തന്നെ തുരുമ്പ് പിടിക്കാൻ തുടങ്ങി. ഭൂമിയിൽ ഫെറി ഹൈഡ്രേറ്റ് കാണുന്നത് അഗ്നിപർവ്വത ഗുഹകളിലാണ് കാണുന്നത്. അഗ്നിപർവ്വതങ്ങളുടെയൊക്കെ ദ്വാരങ്ങൾ ഉണ്ടാവുമല്ലോ, തുളകളൊക്കെ, അവിടെയാണ് ഫെറി ഹൈഡ്രേറ്റ് കാണുക. എന്ന് പറഞ്ഞാൽ ലാവ, അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് ഒഴുകുന്ന ലാവയിലും കാണും ഈ ഫെറി ഹൈഡ്രേറ്റ് തുരുമ്പിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ചൊവ്വയിലെ സ്ഫോടനം, അഗ്നിപർവ്വത സ്ഫോടനം, അതും ഈ പിന്നെ വെള്ളം ഉണ്ടായിരുന്ന കാലം, അതായത് വറ്റിത്തുടങ്ങുന്ന കാലമുണ്ടല്ലോ, ഇതൊക്കെ 3 ബില്യൺ വർഷം മുമ്പ് ആണ്. ഉപരിതലത്തിലുള്ള ചൊവ്വയിലെ ഉപരിതലത്തിലുള്ള വെള്ളവുമായിട്ട് ഈ അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള ലാവ പ്രതിപ്രവർത്തനം നടത്തുകയാണ്. അങ്ങനെയാണ് ഈ തുരുമ്പ് ഇൻറ്ററാക്ട് ചെയ്തിട്ടാണ് ഈ ഫെറി ഹൈഡ്രേറ്റ് ഉണ്ടായത്. തുരുമ്പ് ഫെറി ഹൈഡ്രേറ്റ് ഉണ്ടായി. അങ്ങനെ ചൊവ്വ, തണുപ്പുണ്ടായിരുന്ന ചൊവ്വ ഡ്രൈ ആയി, വരണ്ടതായി. ഇപ്പോഴത്തെ അയൺ ഓക്സൈഡ് അതിനു വേണ്ടിയൊക്കെ കാത്തുവച്ചിരുന്നതാണ്. അപ്പോൾ തുരുമ്പ് പാറകളാണ് പൊടിയായത്, കൊടുങ്കാറ്റുകളാണ് അതിനെ പടർത്തി. ഇതാണ് അതിൻ്റെ ഒരു എസൻസ്. ഫെറി ഹൈഡ്രേറ്റ്സ് ആണ് ഈ തുരുമ്പ് എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മുമ്പത്തെ ഹിമറ്റൈറ്റ് അല്ല, തുരുമ്പ് മറ്റേ ഫെറി ഹൈഡ്രേറ്റുകളാണ് ഈ തുരുമ്പ് പൊടി എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ സ്പേസ് വാഹനങ്ങളൊക്കെ ഇല്ലേ ചൊവ്വയിൽ പോയ, അതിൻ്റെ ഡാറ്റ വെച്ചിട്ടാണ്. അപ്പോൾ ലാബിൽ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗവേഷകൻ ചെയ്തത് ആധുനിക ഗ്രൈൻഡർ ഉപയോഗിച്ച് ചൊവ്വയിലെ ധൂളി ഇവിടെ കൃത്രിമമായിട്ട് ഉണ്ടാക്കി. ചൊവ്വയിലെ ധൂളി പോലെ തന്നെ പൊടി ഇവിടെ ഗ്രൈൻഡർ ഉപയോഗിച്ച് ഉണ്ടാക്കി. അത് മഞ്ഞ നിറത്തിലുള്ളതാണ് ഉണ്ടാക്കിയത്, ചുവപ്പ് നിറമല്ല. അപ്പോൾ ഈ മനുഷ്യൻ്റെ ഈ തലമുടിയില്ലേ, അതിൻ്റെ 100-1 വീതിയിലാണ് ഇത് ലാബിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നാസയിലെ ഫീനിക്സ് ലാൻഡറിലെ കണക്ക് വെച്ചിട്ടാണ് ഇത് ചെയ്തത്. ഫീനിക്സ് ലാൻഡർ നാസ അയച്ചിരുന്നല്ലോ ചൊവ്വയിൽ, അതിൽ നിന്നുള്ള കണക്ക് വെച്ചിട്ടാണ് ഇത് ചെയ്തത്. അയൺ ഓക്സൈഡ്, അതിൻ്റെ കൂടെ പല ധാതുക്കളുടെ മിശ്രിതം, ഇതൊക്കെ ചേർത്തിരുന്നു. ഹെമറ്റൈറ്റ്, ഫെറി ഹൈഡ്രേറ്റ്, അതൊക്കെ ചേർത്തിരുന്നു. നാസ മാർസിലേക്ക് ഒരു റിക്കനൈസൻസ് ഓർബിറ്റർ അയച്ചിരുന്നു. പിന്നെ ക്യൂരിയോസിറ്റി, പാത്ത് ഫൈൻഡർ, ഓപ്പർച്യൂണിറ്റി തുടങ്ങിയ റോവറുകളൊക്കെ അയച്ചിരുന്നു. ഇതിൽ നിന്നൊക്കെയുള്ള കണക്കാണ് ഈ പൊടി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചത്. എന്നിട്ട് ആ പൊടി അനലൈസ് ചെയ്തിട്ടാണ് ഇത് ഫെറി ഹൈഡ്രേറ്റ് ആണ് എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫെറി ഹൈഡ്രേറ്റ് എന്നുള്ളത് സ്ഥിരീകരിച്ചു. ഈ തുരുമ്പാണ് ഈ ചുവപ്പിന് കാരണം. ആ തുരുമ്പ് ഫെറി ഹൈഡ്രേറ്റ് ആണ്, നേരത്തെ കരുതിയിരുന്നത് പോലെ ഹെമറ്റൈറ്റ് അല്ല. ഇതാണ് കണ്ടെത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ചൊവ്വ ചുമന്നേന്നുള്ളതിനൊരു വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടാവും ഇപ്പോൾ ശാസ്ത്രലോകത്തിന്, അല്ലേ? അതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.